മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന്, കേരള മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് നേരിട്ട് ഏറ്റുവാങ്ങുന്നു. ആ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ലൈസൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇതൊരു സ്റ്റേറ്റിന്റെ പ്രോഗ്രാം തന്നെ ആയി മാറിയല്ലോ. എൻ്റെ ഒരു 6 വർഷത്തെ ഒരു യാത്ര, ഭയങ്കര ദുരിതം പിടിച്ച ആ യാത്ര ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ഒരു സ്റ്റേറ്റിന്റെ പ്രോഗ്രാമായിട്ട് മാറിയതിൽ ഭയങ്കര സന്തോഷം തോന്നി. ഏഷ്യ, ഓസ്ട്രേലിയ, ആഫ്രിക്ക ഇത്രയും ഭൂഖണ്ഡങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരു ചരിത്രവും കുറിച്ചിരിക്കുകയാണെന്നുള്ളതാണ്. അവിടെ ആദ്യത്തെയാണ് ഒരു കുട്ടി ഇതുപോലെ ലൈസൻസ് നേടുന്നത് എന്നുള്ളതാണ്. അത് നേരത്തെ അറിഞ്ഞിരുന്നോ അതോ ലൈസൻസ് കിട്ടിയതിന് ശേഷമാണ് അറിഞ്ഞത്? ഈ ലൈസൻസ് എടുക്കാൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇങ്ങനെ ഈ ഭൂഖണ്ഡങ്ങളിൽ ആദ്യത്തെ ആളായിരിക്കും എന്നുള്ളത്. പക്ഷേ ഈ ഒരു യാത്ര തുടങ്ങിയപ്പോൾ ഓർത്തു ഇതിപ്പം വേറെ ആരെങ്കിലും ഒക്കെ എടുത്തിട്ടുണ്ടാവും, അല്ലെ എടുക്കാം, സാധ്യതയുണ്ടെന്നുള്ളൊരു തോന്നലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഈ ചരിത്രം ഇനി മാറ്റാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചരിത്രം മാറ്റിക്കുറിച്ച ഒരു പെൺകുട്ടിയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഇത്രയും സമയം. സോ ഈ ഒരു 2024 നമ്മുടെ സ്ത്രീ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ് എന്തായിരിക്കും? എല്ലാ വർഷവും നമ്മൾ വിമൻസ് ഡേ ആചരിക്കാറുണ്ട്. അപ്പോൾ ഓരോ വർഷത്തെ വിമൻസ് ഡേക്ക് ഓരോ തീമുകളുണ്ട്. അപ്പം ഇതുവഴി നമ്മൾ കൂടുതൽ അവയർനെസ് സ്ത്രീകളിലേക്ക് മാത്രമല്ല പൊതുജനങ്ങളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ മേഖലകളിലും, ഇപ്പം ഒരു വീട്ടിലാണെങ്കിൽ ഒരു അടുക്കളയിൽ ഒതുങ്ങിപ്പോകാതെ അവിടുത്തെ ഫിനാൻഷ്യൽ മുതൽ എല്ലാ കാര്യങ്ങളും കൂടുതൽ അവർക്ക് പഠിക്കണമെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളിലേക്കും സ്ത്രീകൾ എത്തുക, പിന്നെ എഡ്യൂക്കേറ്റഡ് ആകുക, പിന്നെ അതുപോലെ തന്നെ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആകുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ സെൽഫായിട്ട് നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക, നമ്മൾ തന്നെ ഓരോ കാര്യങ്ങളിലേക്കും നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ പുറത്തോട്ട് ഇറങ്ങുക, സ്വയം തീരുമാനിക്കുക, സ്വയം പുറത്തോട്ട് വരിക, സ്വയം മുന്നേറുക, പരിധികൾ ഇല്ലാതാക്കുക, സ്വയം തീരുമാനിക്കുക. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.